എന്ത്? സോറി അച്ഛാ, സോറി. ക്ഷമിക്കണം, എന്റെ അടുത്ത് ക്ഷമിക്കണം അച്ഛാ. എന്തു പറ്റി? സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അച്ഛാ. എന്തോ പറഞ്ഞു മണി? ഇവളെന്തോ പറഞ്ഞു? എന്താ പ്രശ്നം? പ്രശ്നം തന്നെ. എന്താ മോളി? അമ്മ, പാവം എന്റെ അച്ഛനെ. പാവം പണ്ട് തൊളയുള്ള വള്ളി ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഈ 3000 രൂപയുടെ ബ്രാൻഡഡ് ഷൂസ് ഒക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അത് കുഴപ്പമില്ല, നീ ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ അത് നടക്കൂലെന്ന്. പിന്നെന്ത്? അതല്ല അച്ഛാ, എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അച്ഛന്? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ലേ പഴം പുരാണമാണ് അച്ഛൻ പറയുന്നേക്കെ? മോള് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഞാൻ അച്ഛൻ ഒരു വില തന്നില്ലല്ലോ അച്ഛാ. എന്നോട് ക്ഷമിക്കോ അച്ഛൻ പ്ലീസ്. ഞാൻ അറിഞ്ഞോണ്ടല്ല അച്ഛൻ, അറിഞ്ഞോണ്ട്. മോള് അങ്ങനെ വിഷമിക്കാതെ, കുഴപ്പമൊന്നുമില്ല. തിരിച്ചറിവുണ്ടായല്ലോ, ഇനിയിപ്പോ ഷോ ഓഫിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ അങ്ങ് പൊക്കിയൂടെ. അതെ, ഞാനും എന്റെ അച്ഛനും സംസാരിക്കോ. സ്ട്രേഞ്ചേഴ്സ് അതിൽ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. സ്ട്രേഞ്ചേഴ്സാ? നമ്മള് സ്ട്രേഞ്ചേഴ്സാ ഇപ്പം. പ്ലീസ് ഒന്നും പാടിച്ചു മിണ്ടായിരിക്കും. ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് വിഷമം വന്നിരിക്കുകയാണ്. മോള് വിഷമിക്കുന്നെന്തിനാ? എനിക്ക് ഭയങ്കര സങ്കടം അയച്ചാ. ഞാൻ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു. അച്ഛന്റെ ഈ സിറ്റുവേഷനൊക്കെ ഞാൻ മനസ്സിലാക്കണ്ട അച്ഛാ. ഞാൻ എപ്പോഴും അങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒന്നും മനസ്സിലാക്കില്ല. വേറെ ഒരു ഷൂസിന് വേണ്ടിട്ട് ഞാൻ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അച്ഛാ. കുഴപ്പമില്ല, അച്ഛൻ വേറൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു തരാം. മോള് കൂട്ടുകാരികളുടെ നടക്കാനല്ലേ, അപ്പൊ നല്ല ചെരുപ്പ് അച്ഛൻ വാങ്ങിച്ചു തരാം. ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ബ്രാൻഡഡ് ഷൂസ് ആണ് ഇടുന്നത്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ ഒരുമാതിരി ഈ കടയിൽ നിന്ന് 150 രൂപയ്ക്ക് കിട്ടുന്ന ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോ എനിക്കൊരു നാണക്കേട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോഴേ എല്ലാരും ഭയങ്കര വെൽ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഇട്ടോണ്ട് വരുമ്പോ ഞാൻ നിസ്സാരം നമ്മുടെ ഈ ചാലയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങള് ഇട്ടുകൊണ്ടാണ് പോണേ. കുഴപ്പമില്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇങ്ങനെ ഒരു ഓഫറൊക്കെ വന്നപ്പോ എനിക്ക് തോന്നി ബ്രാൻഡഡ് ഷൂസ് ഇട്ടുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും. അതെ 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 അതെ, ഇപ്പം നിനക്ക് ആഗ്രഹമൊക്കെ അങ്ങ് വിട്ടല്ലോ. മിണ്ടായിരിക്കും, ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ടെന്നാ അവള് പറയാൻ വന്നത്. തിരിച്ചറിവ് ഒന്നുമല്ലേ അവള് പറയാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. തിരിച്ചറിവ് വന്നു. അച്ഛന്റെ ഹാപ്പിനെസ് ആണ് എനിക്ക് വലുത്. അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും, എനിക്ക് അത് മതി. അച്ഛൻ വിഷമിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല അച്ഛൻ. കുഴപ്പമില്ല. ഞാൻ ചെറിയതായിട്ടൊന്ന് ആഗ്രഹിച്ചു, എനിക്കത് കണ്ടപ്പോ ഇങ്ങനെ തോന്നി. പക്ഷെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സിറ്റുവേഷൻ കണ്ട് ഞാൻ പെരുമാറണമായിരുന്നു. കുഴപ്പമില്ല, വേണ്ട. അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം അച്ഛൻ. അച്ഛൻ ഐ ലവ് യു അച്ഛൻ. ശരി, കുഴപ്പമില്ല അച്ഛൻ, എനിക്കറിയാം. വേണ്ട അച്ഛൻ. മക്കളെ വിഷമിക്കാതെ മോളെ. കുഴപ്പമില്ല അച്ഛാ, അർഹതയില്ലാത്തത് ആഗ്രഹിച്ചൊരു പ്രവൃത്തി. മോളെ ഇങ്ങനെയൊന്നും പറയല്ലോ. അർഹതയില്ലാത്ത ആര് പറഞ്ഞു? ഓക്കെ, ഷൂ വാങ്ങിക്കാൻ 3000 രൂപ അച്ഛൻ തരും. അച്ഛൻ കൊടുക്കും. ചുമ്മാ മോളെ. മോള് പിടി. മോള് നല്ല ഒരു കാര്യം ചെയ്യും. ഇതാ ഈ 500 രൂപ പിടിച്ചോ, 3500 വെച്ചോ. മോള് നല്ല ബ്രാൻഡഡ് ഷൂ വാങ്ങിച്ച് കൂട്ടുകാരുടെ മുമ്പിൽ നല്ല സ്റ്റൈലായിട്ട് നടക്കും കേട്ടോ. മോള് വിഷമിക്കുന്നു. പിന്നെ 500 രൂപയ്ക്ക് പോക്കറ്റ് മണി ആയിട്ട് വെച്ച്, അല്ലെങ്കിൽ ബേക്കറി ചെന്നിട്ട് മോക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു കഴിക്കും. ഷാർജയും ഐസ്ക്രീം എന്താന്ന് വെച്ചാ. മോള് സങ്കടപ്പെടല്. മോള് സങ്കടപ്പെടല്. മോള് കരച്ചിൽ നേരത്ത് അച്ഛന് വിഷമാവും. ചെല്ലു കേട്ടോ. നല്ല ഭംഗിയുള്ള ഷൂ വാങ്ങിച്ചു കൂട്ടുകാരുടെ മുമ്പിലിട്ടു. ഒപ്പിച്ചെടുത്തത് കണ്ടോ? തുറന്നേക്കില്ല, അടച്ചു നോക്കി. ഈ ചെറുപ്പം ചെയ്യാനാ? നീ ഒപ്പിച്ചല്ല അച്ഛൻ്റെ അർത്ഥയ്ക്ക് ഉപ്പയ്ക്കൊക്കെ പിശുക്കലായി നിന്റെ അച്ഛൻ്റെ അടുത്ത്. അതാണ് ഈ നമ്പറിൽ അച്ഛൻ വീഴുന്നു. എനിക്ക് എങ്ങനെ മനസ്സിലായി? അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാലോ. ഞാനും അച്ഛനെ നമ്മളുള്ള ഒരു ഇരിപ്പ് വശം അങ്ങനെയാണ്, മനസ്സിലായി. എന്നാലും നേരെ കൂടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ജീവിച്ചിട്ട് ഞാൻ ഈ നമ്പർ ഇതുവരെ അടിച്ചിട്ടില്ല. അല്ല, എങ്ങനെ വർഷം ജീവിച്ചു എന്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാക്കാൻ പഠിക്കണം മണി. വേണ്ടോ പഠിക്കുന്നോട്ട് കിട്ടറി കണ്ടാ? അയ്യോ തൊട്ടോ വേണ്ട. സുൽത്താനെ സൽമാഭിയാകും ഞാൻ. അതെ, എനിക്ക് കുറച്ച് ജിമ്മിന് പോകാൻ വേണ്ടിട്ട് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു.
ഇവളുടെ ഈ ഒരു നാക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കിയാലോ അച്ഛന്റെ അടുത്ത്. പ്രയോഗിച്ചു നോക്ക്. നടക്കുവാണെങ്കിലേ എനിക്കും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് ഞാൻ പിന്നീട് പ്രയോഗിച്ചു നോക്കാം. ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. കിട്ടിയാ കൂട്ടി.